വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മൾ മൊഡ്യൂൾ 1 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ ഫസ്റ്റ് ക്വാർട്ടറിലെ കുറേ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തത്, പിന്നെ മിഡ് പോയിൻ്റ് പ്രോബ്ലംസ്. ഇനി നമുക്ക് റിമൈനിങ് ആയിട്ടുള്ളത് ഡിഫറൻറ്റ് ക്വാർട്ടൻസിലെ ഒരു പ്രോബ്ലം മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഡിഫറൻറ്റ് ക്വാർട്ടൻസിലെ കുറച്ച് പ്രോബ്ലം, പിന്നെ VTHT ട്രേസസ് ഗിവൺ ആയിട്ടുള്ള പ്രോബ്ലം, വെർട്ടിക്കൽ ട്രേസോ ഹൊറിസോണ്ടൽ ട്രേസോ ഗിവൺ ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാൻ. ഓക്കെ, ഇത്രയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് ദ ലൈൻ AB 80 mm ലോങ്. ഓക്കെ, പറയുന്ന കൂട്ടത്തിൽ നമുക്ക് എഴുതി അങ്ങ് പോവാം. ലൈൻ ABയുടെ ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട് 80 mm. ഇൻക്ലൈൻഡ് അറ്റ് 30 degree to HP, തീറ്റ 30 degree and 45 degree to EP, phi equal to 45 degree. The end A of the line is 20 mm. end A എന്ന് പറയുന്നത് 20 mm below HP and 25 mm behind VP. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. മാർക്ക് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ലൈൻ വിത്ത് XY ലൈൻ. ഇതാണ് ക്വസ്റ്റ്യൻ. ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട്, തീറ്റ 5 തന്നിട്ടുണ്ട്, എയുടെ രണ്ട് സ്പെസിഫിക്കേഷൻ തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഫസ്റ്റ് ക്വാർട്ടൻ്റ് അല്ല, ദിസ് വിൽ ബി തേർഡ് ക്വാർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് പോവാം. ഫസ്റ്റ് എയുടെ ഫ്രണ്ട് ടോപ്പ് വരയ്ക്കാനുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്ക് ആദ്യം നേരെ അത് തന്നെ വരയ്ക്കാം. ഫസ്റ്റ് ഒരു XY ലൈൻ വരയ്ക്കാം. എയുടെ ഫ്രണ്ട് ടോപ്പ് വരയ്ക്കാം. എ എന്നുള്ള പോയിന്റ് 20 mm ബിലോ HP ആണ്. XY ലൈന് താഴേക്ക് 20 mm ആൻഡ് 25 mm ബിഹൈൻഡ് VP ആണ്. അപ്പോൾ വീണ്ടും അത് XY ലൈൻ്റെ മുകളിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ബിലോ HPയിൽ ടോപ്പ് വന്നു A', ബിഹൈൻഡ് VPയിൽ A. ഇതെന്ത് തന്നിട്ടുള്ളത്? ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട്, തീറ്റ 5 തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് തീറ്റ 30 degree ആണ്. A' അവിടെ നേരെ ഫസ്റ്റ് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക, ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി. ദെൻ ഇവിടുന്ന് 30 degree എടുക്കുക. ഓക്കെ, 30 degree ലൈൻ വരച്ചിടാം. അവിടെ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ലൈനിൻ്റെ ഒറിജിനൽ ലെങ്ത് ആണ്, വേറെ ലൈനിൻ്റെ ട്രൂ ലെങ്ത്. ഈ കേസിൽ ലൈനിൻ്റെ ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് 80 mm ആണ്. ഓക്കെ, അപ്പോൾ A' ഇവിടെ നമുക്ക് തീറ്റ ഡിഗ്രിയിൽ 80 mm ലൈൻ വരയ്ക്കുക. ഈ പോയിന്റ് ആയിരിക്കും B1'. ലൈൻ റൊട്ടേഷൻ്റെ ജനറൽ ഫിഗർ മൈൻഡിൽ വേണം എപ്പോഴും. B1' കിട്ടി. then നമുക്ക് അടുത്തായിട്ട് വേണം B1' ഒരു ലോക്കസ് മാർക്ക് ചെയ്തിടാം. കാരണം നമുക്കറിയാം B1' നേരെയാണ് B' വരിക. ഓക്കെ, അപ്പോൾ അതിന് B' വേണ്ടി ഒരു ലോക്കസോടെ മാർക്ക് ചെയ്തിട്ടു. ദെൻ നമുക്ക് തന്നിട്ടുള്ളത് 5ഉം ട്രൂ ലെങ്തും വെച്ചിട്ട് വരയ്ക്കാം. 5 തന്നിരിക്കുന്നത് 45 degree ആണ്. ഓക്കെ, അപ്പോൾ ടോപ്പിൻ്റെ ഇവിടെ നിന്ന് 45 degree മുകളിലേക്ക് എടുക്കുക. degree അവിടെ നമുക്ക് ട്രൂ ലെങ്ത് ലൈനാണ് മാർക്ക് ചെയ്യേണ്ടത്. ട്രൂ ലെങ്ത് 80 mm ആണ്. നമുക്ക് B ലൈനിൽ 80 mm മാർക്ക് ചെയ്യണം. ഓക്കെ, നമ്മളിവിടെ 80 mm ലൈൻ മാർക്ക് ചെയ്തു. ഈ പോയിന്റ് എന്ന് പറയുന്നത് B2 ആണ്. ട്രൂ ലെങ്ത് നമുക്കറിയാം A' B1'ഉം A B2 ആണ്. B2ൻ്റെ അവിടെ നമുക്കൊരു ലോക്കസ് മാർക്ക് ചെയ്യാം. കാരണം B എന്ന് പറയുന്നത് ഫൈനൽ Bയുടെ ടോപ്പ് വരുന്നത് B2ന് നേരെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മളൊരു ലോക്കസ് മാർക്ക് ചെയ്തു. ദെൻ A' B1' അതിന് നേരെ B1 കിട്ടാൻ വേണ്ടി B1'ൻ്റെ അവിടെ നിന്ന് നേരെ മുകളിലേക്ക് എടുക്കുക. എവിടെ വരെ എടുക്കണം? Aക്ക് പാരലാകുന്ന വരെ. B1' അവിടെ നിന്ന് നേരെ മുകളിലേക്ക് ലൈൻ വരച്ചു. Aക്ക് പാരലാകുന്ന പോയിൻ്റാണ് B1. ദിസ് പോയിന്റ് വിൽ ബി B1. സിമിലർലി B2 ഉണ്ട്. B2' കിട്ടാൻ വേണ്ടി B2ന് നേരെ താഴേക്ക് എറിയുക. A' പാരലാകുന്ന പോയിൻ്റാണ് B2'. നേരെ താഴേക്ക് വരച്ചു. A' പാരലായി ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിൻ്റാണ് B2'. ഓക്കെ, ഇത് നേരെ ഫൈനൽ ഫ്രണ്ട് ടോപ്പ് വരിക. ഫൈനൽ ടോപ്പ് കിട്ടാൻ വേണ്ടി B1 ലെങ്ത് കോമ്പസിൽ എടുക്കുക, മുകളിലേക്ക് ആർക്ക് കട്ട് ചെയ്യാം. ദെൻ ഫ്രണ്ട് കിട്ടാൻ
എ ഡാഷ് ബി ടു ഡാഷ് ലെങ്ത് എടുക്കുക, താഴേക്ക് ആർക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ഈ പോയിൻ്റാണ് ബി ഡാഷ് ആൻഡ് ദിസ് പോയിന്റ് വിൽ ബി ബി. ദെൻ ഫൈനൽ ഫ്രണ്ടിയും ടോപ്പിയും ജോയിൻ ചെയ്യാം. ഓക്കെ, തേർഡ് ക്വാർട്ടറിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ ക്വസ്റ്റ്യനിൽ. ഫ്രണ്ട് വ്യൂസ് എല്ലാം താഴെ വന്നു, ടോപ്പ് വ്യൂസ് എല്ലാം മുകളിൽ വന്നു. ബാക്കി ലൈൻ റൊട്ടേഷൻ ജനറൽ ഫിഗർ എല്ലാം സെയിം ആണ്. അതേ ഐഡിയ വെച്ച് തന്നെയാണ് വരയ്ക്കുക. വ്യത്യാസം വരിക ഫ്രണ്ട് ടോപ്പി അങ്ങോട്ട് ഇങ്ങോട്ട് മാറി. അതുപോലെ രണ്ട് മോർ ദാൻ വൺ ക്വാർട്ടറിൽ ലൈ ചെയ്യുന്ന ലൈൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോഴും കേസ് ഇത് തന്നെയാണ് വരിക. ഫ്രണ്ട് ടോപ്പി അങ്ങോട്ട് ഇങ്ങോട്ട് മാറും എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം ഫിഗറാണ് വരിക. ഓക്കെ, ഇനി നമുക്ക് ഒരു പ്രോബ്ലം കൂടെ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി പ്രോബ്ലം ആണ്. നോർമലി എക്സാമിന് ചോദിക്കാൻ സാധ്യത വളരെ കുറവുള്ളൊരു പ്രോബ്ലം ആണ്. മിഡ് പോയിന്റ് പോലത്തെ ഒരു പോയിന്റ് തന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത വീണ്ടും പറയുകയാണ് കുറവാണ്, കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് കാണാറില്ല. പക്ഷെ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ ലൈൻ പി ക്യു 80 mm long is inclined at 45 degree to HP and 30 degree to AP. Its end P is in second quadrant and end Q is in fourth quadrant. A point R on PQ 25 mm from P is in both the reference planes. Draw the projections of PQ, measure small pq and p dash q dash. അതായത് ഫ്രണ്ട് ടോപ്പി മെഷർ ചെയ്യുക. ഓക്കെ, ഗിവൺ ഡേറ്റാസ് ഒക്കെ എഴുതാം. ലൈൻ പി ക്യു 120 mm ലോങ്, അതായത് പി ക്യൂൻ്റെ ഒറിജിനൽ ലെങ്ത് തന്നിട്ടുണ്ട്. 120 അല്ല, 80 mm ലോങ്. ദെൻ തീറ്റയും ഫൈയും തന്നിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യനിലെ പോലെ തന്നെ തീറ്റ 45 ഡിഗ്രി ആൻഡ് ഫൈ 30 ഡിഗ്രി. പിന്നെ തന്നിരിക്കുന്നത് ഒരു പോയിന്റ് പി. പി എന്ന് പറയുന്ന ഒരു പോയിന്റ്, പി അല്ല, പോയിന്റ് ആർ. പി ക്യൂലൊരു പോയിന്റാണ് ആർ. ഈ ആർ എന്നുള്ള പോയിന്റ് 25 mm ഫ്രം പി ആണ്. 25 mm ഫ്രം പി ആണ്. പി എന്നുള്ള എൻഡിൽ നിന്ന്, പി ക്യൂ എന്നുള്ള ലൈനുണ്ട്. പി എന്നുള്ള എൻഡിൽ നിന്ന് 25 mm ഡിസ്റ്റൻസിലാണ്. ഓക്കെ, 25 mm വേണ്ട, ഏകദേശം ഇതിൻ്റെ ഒരു ഹാഫിനോട് അടുത്ത് വരുന്ന രീതിയിൽ എടുക്കാം. അതായത് ഒരു 30-40 ആണ്, ഹാഫ് ആവും. ഒരു 35 എടുക്കാം. ഹാഫ് ആവണ്ട, ഹാഫ് ആയി കഴിഞ്ഞാൽ മിഡ് പോയിന്റ് പ്രോബ്ലം പോലെ ആയിപ്പോവും. സെയിം ആ ഒരു മെത്തേഡിലാണ് ചെയ്യുക. ഓക്കെ, ഇതൊരു 35 mm ഫ്രം പി എടുക്കാം. ദെൻ തന്നിട്ടുള്ളത് ഈസ് ഇൻ ബോത്ത് ദ പ്ലെയിൻസ്. അതായത് ഈ പോയിന്റ് ആർ എന്ന് പറയുന്നത് എച്ച് പിയിലും വി പിയിലുമാണ്. ഓൺ എച്ച് പി ആൻഡ് വി പി ആണ് പോയിന്റ് ആറ്. പി അല്ല, പോയിന്റ് ആറാണ്, എച്ച് പി ആൻഡ് വി പി ആണ്. ഓക്കെ, ഇത്രയും ഡേറ്റാസാണ് തന്നിട്ടുള്ളത്. ഒരു പോയിന്റ് ആർ എച്ച് പി ആൻഡ് വി പിയിലാണ് തന്നിട്ടുണ്ട്, 35 mm ഡിസ്റ്റൻസിലാണ് തന്നിട്ടുണ്ട്. പി ക്യൂന് ഒറിജിനൽ ലെങ്ത് തീറ്റ 5. ഓക്കെ, ലൈൻ റൊട്ടേഷൻ്റെ ജനറൽ ഫിഗർ ആണിത്. നമുക്ക് നേരെ സൊല്യൂഷനിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പോയിന്റ് ആറാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ആറാണ് എച്ച് പി ആൻഡ് വി പി ആണ്. അപ്പോൾ നമുക്കറിയാം ആറിൻ്റെ ഫ്രണ്ടിയും ടോപ്പിയും എക്സ് എല്ലിനെ തന്നെ ആയിരിക്കും. ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക, ആർ ആൻഡ് ആർ ഡാഷ്. മിഡ് പോയിന്റ് പ്രോബ്ലം പോലെ തന്നെയാണ് ചെയ്യുക. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ആറ് മിഡ് പോയിന്റ് ആയിട്ടല്ല നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ക്വാർട്ടൻസും ഡിഫറൻ്റ് ആണ്. ഒന്ന് സെക്കൻഡ് ക്വാർട്ടറിനും ഒന്ന് തേർഡ് ക്വാർട്ടറിനും. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പി ഈസ് ഇൻ സെക്കൻഡ് ക്വാർട്ടൻറ്റ് ആൻഡ് എൻഡ് ക്യൂ ഈസ് ഇൻ ഫോർത്ത് ക്വാർട്ടൻറ്റ്. അതായത് പി എന്ന് പറയുന്നത് പി സെക്കൻഡ് ക്വാർട്ടൻ്റ് ആണ്, ക്യൂ എന്ന് പറയുന്നത് ഫോർത്ത് ക്വാർട്ടൻ്റുമാണ്. ഓക്കെ, ഇതാണ് ഡിഫറൻസ് വരിക. ഓക്കെ, ഫോർത്ത് ക്വാർട്ടൻറ്റ് ക്യൂ ഫോർത്ത് ക്വാർട്ടൻറ്റ്, പി സെക്കൻഡ് ക്വാർട്ടൻറ്റ്. സെക്കൻഡ് ക്വാർട്ടൻ്റ് ആണ് നമുക്കറിയാം ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ എബോ എക്സ് ലൈൻ ആയിരിക്കും വരിക. ഫോർത്ത് ക്വാർട്ടൻ്റ് ആണെങ്കിൽ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ബിലോ എക്സ് ലൈൻ ആയിരിക്കും വരിക. ഓക്കെ, നമുക്കിപ്പം ആർ ഡാഷ് എന്നുള്ള പോയിന്റ് കിട്ടി. ഇനി നമുക്കറിയാവുന്നത് നമ്മൾ മിഡ് പോയിന്റ് ചെയ്ത പോലെ തന്നെ ഇനി അങ്ങോട്ട് ആർ ക്യൂയോ ആർ പിയോ എടുക്കുക. ഏതെങ്കിലും ഒരു ലൈൻ എടുക്കുക, രണ്ടിടത്ത് ലൈൻ റൊട്ടേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, ഇപ്പം ആർ ഡാഷ് ആയി ഇവിടെയാണ്. ഇപ്പോൾ നമുക്ക് പി ക്യൂ നോക്കാനാണെങ്കിൽ പിയുടെ ഫ്രണ്ടിയും ടോപ്പിയും എബോ എക്സ് എല്ലിനായിരിക്കും വരിക. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ആർ ഡാഷ് ആയി, നമുക്ക് പി ആണ് വേണ്ടത്. തീറ്റയും ഫൈയും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് തീറ്റയും ഫൈയും മാർക്ക് ചെയ്യാം. ഓക്കെ, തീറ്റയിൽ മാർക്ക് ചെയ്യുന്നത് ട്രൂ ലെങ്ത് ലൈനാണ്. ഇപ്പോൾ ഇവിടെ ആർ ഡാഷ് ആണെങ്കിൽ ആർ ഡാഷിൻ്റെ അവിടെ നിന്ന് തീറ്റ ഡിഗ്രിയിൽ നമുക്ക് ട്രൂ ലെങ്ത് ലൈൻ മാർക്ക് ചെയ്യാം. ഓക്കെ, ആദ്യം തീറ്റ ഫൈവ് മാർക്ക് ചെയ്യണം. തീറ്റ തന്നിരിക്കുന്നത്
45 ഡിഗ്രിയാണ് തീറ്റ. ഇവിടെ 45 ഡിഗ്രി മാർക്ക് ചെയ്തു. ദെൻ ഫൈ തന്നിരിക്കുന്നത് 30 mm ആണ്. സോറി 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രി മാർക്ക് ചെയ്തു. അതുപോലെ ഈ സൈഡിലും കൂടെ മാർക്ക് ചെയ്യാം. ഓക്കെ, തീറ്റ എന്ന് പറയുന്നത് ഫൈ 30 ഡിഗ്രി ആയിരുന്നു. തീറ്റ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ 45 ഡിഗ്രി ലൈൻസ് 2 പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. ഇതാണ് 45 ഡിഗ്രിയിൽ പോകുന്ന ലൈൻ. ഇതായിരിക്കും ഫ്രണ്ട് വരിക. ദെൻ 40 ഡിഗ്രിയിൽ പോകുന്ന ലൈൻസ് 30 ഡിഗ്രിയിൽ പോകുന്ന ലൈൻസ് ഇതാണ്. ഇതിലായിരിക്കും ടോപ്പ് വരിക. ഓക്കെ, അപ്പോൾ തീറ്റ 5 മാർക്ക് ചെയ്തു. ദെൻ നമുക്കറിയാം ട്രൂ ലെങ്ത്. നമുക്കറിയാം ട്രൂ ലെങ്ത് 80 mm ആയിരുന്നു. 6 ആണ് ഈ പോയിന്റ്. 6ൽ നിന്നും 4th ക്വാർട്ടറിലാണ് ക്യൂ, അതായത് താഴെ ആയിരിക്കും ക്യൂവിൻ്റെ ഫ്രണ്ടിയും ടോപ്പിയും വരിക. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ക്യൂവിൻ്റെ ഫ്രണ്ടിയും ടോപ്പി എടുക്കാം. ഓക്കെ, അപ്പം 6ൽ നിന്നും ക്യൂവിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 35 പോയി കഴിഞ്ഞാൽ ബാക്കി 45 mm ആണ്. ഓക്കെ, അപ്പോൾ ട്രൂ ലെങ്ത് നമുക്ക് മാർക്ക് ചെയ്യാം. ഈ ലൈനിൽ രണ്ട് ലൈനിൽ നമുക്ക് മാർക്ക് ചെയ്യേണ്ട ഡിസ്റ്റൻസ് 45 mm ആണ്. താഴേക്ക് നമ്മൾ ക്യൂ ആണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 45 mm, ഈ ലൈനിലും 45 mm. ആർക്കടുത്ത് കട്ട് ചെയ്യുന്നതായിരുന്നു തോന്നുന്നു കുറച്ചുകൂടെ എളുപ്പം. ഓക്കെ, 45 mm ആണ്. ദെൻ മറ്റേത് ആർക്കടുത്ത് തന്നെ കട്ട് ചെയ്യാം. പിയിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം 35 mm ആണ്. ഓക്കെ, അപ്പോൾ 35 mm കോമ്പസിറ്റ് എടുക്കുക. 35 mm കോമ്പസിറ്റ് എടുത്തു. രണ്ടിടത്തും ആർക്ക് കട്ട് ചെയ്തു. ഓക്കെ, ഈ ലൈൻ എന്ന് പറഞ്ഞാൽ തീറ്റ ഡിഗ്രിയിൽ വരച്ച ലൈൻ. സോറി, ഇത് 5 ഡിഗ്രിയിൽ വരച്ച ലൈനും ഈ ലാർജർ ആംഗിൾ 45 ഡിഗ്രി ആയിരുന്നു തീറ്റ. ഈ ലൈനാണ് തീറ്റ ഡിഗ്രിയിൽ വരച്ചത്. അതിലായിരിക്കും ഫ്രണ്ട് വ്യൂവിലെ ട്രൂ ലെങ്ത് വരിക. ഈ കേസിലാണെങ്കിൽ A', B1' ആണ് അവിടെ വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ R' ആണെങ്കിൽ ഇവിടെ വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഇത് ക്യൂ ആണ്. അപ്പം Q1' വരും. അതുപോലെ ഇവിടെ വരുന്ന പോയിന്റ് P1'. ഇവിടെ ടോപ്പിൻ്റെ ലൈനാണ്. ഇവിടെ വരുന്ന പോയിന്റ് ടോപ്പിലെ ട്രൂ ലെങ്ത് ഏതാ? Q2. ഇവിടെ Q2 വരും. ഇവിടെ അതുപോലെ P2 വരും. ഓക്കെ, ഇനി നമുക്ക് മിഡ് പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിന്റെ ബാക്കി ലൈൻസ് ഫോക്കസ് ചെയ്ത് പോവാം. അതായത് ഇവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്, A' എന്നൊരു ഫ്രണ്ട്. ജസ്റ്റ് ഈ ലൈൻ റൊട്ടേഷൻ മെത്തേഡ് ഈ സൈഡിൽ അപ്ലൈ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ R', Q1' ട്രൂ ലെങ്ത് ആണ്. RQ2 ട്രൂ ലെങ്ത് ആണ്. R', Q1' കിട്ടിക്കഴിഞ്ഞാൽ Q1 കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? അതായത് Q1' ആണ് കിട്ടിയെങ്കിൽ Q1 കിട്ടാൻ വേണ്ടി Aക്ക് നേരെ കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ കൊണ്ടുവരേണ്ടത് Q1 കിട്ടണമെങ്കിൽ ഇവിടുന്ന് നേരെ Q1' ഇവിടെ ആണെങ്കിൽ നേരെ R' നേരെ കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ R' നേരെ മാർക്ക് ചെയ്ത് ഈ ഒരു പോയിന്റാണ്. കറക്റ്റ് 90 ഡിഗ്രി എടുത്ത് വേണം മാർക്ക് ചെയ്യാൻ. ഈ ഒരു പോയിന്റാണ് Q1. കാരണം R' നേരെയാണ്. ഇവിടെ നമുക്ക് A' നേരെയാണ്. Q1' കിട്ടിക്കഴിഞ്ഞാൽ Aക്ക് നേരെയാണ് Q1. ഓക്കെ, ഇവിടെ Rന് നേരെ വരുന്ന പോയിന്റ് ഇതാണ് Q1. സിമിലർലി Q2' എങ്ങനെ കിട്ടും? Q2 നേരെ മുകളിലേക്ക് വരയ്ക്കുക. ഇതിന് A' പാരലൽ. ഇവിടെ ആണെങ്കിൽ R' പാരലൽ. ഓക്കെ, ഇവിടെ Q2 നേരെ മുകളിലേക്ക് വരച്ചു. R' പാരലൽ വന്നു. ഈ പോയിന്റാണ് Q2'. അപ്പോൾ നമുക്ക് ഈ ലൈൻസൊക്കെ ഡാർക്ക് ആക്കേണ്ടതൊക്കെ ഡാർക്ക് ആക്കി വയ്ക്കാം. ഈ ലൈൻസൊക്കെ ഡാർക്കാണ്. ഓക്കെ, ഇപ്പോൾ ഇത്ര വരച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ലാസ്റ്റ് ഫ്രണ്ട് ടോപ്പിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്കറിയാം Q1' നേരെ ആയിരിക്കും Q' വരിക. അതുപോലെ Q2 നേരെ ആയിരിക്കും ഫൈനൽ ടോപ്പ് Q'വും വരിക. ഓക്കെ, ഇത് ആർക്ക് വരയ്ക്കുന്നത് എങ്ങനെയായിരുന്നു? ഫ്രണ്ട് കിട്ടാൻ വേണ്ടി A', B2'. ഇവിടെ ആണെങ്കിൽ R', Q2' ലെങ്ത് എടുക്കണം. B1' നേരെ ആർക്ക് വരയ്ക്കണം. നോക്കുക, R', Q2' ലെങ്ത്. ഈ ലെങ്ത് എടുക്കുക. Q1' നേരെ ആർക്ക് വരയ്ക്കുക.
ആ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ ചെയ്യുക. ആർ ഡാഷ് ക്യൂ ടു ഡാഷ് ലെങ്ത് എടുത്തു, ആർ ഡാഷ് ക്യൂ ടു ഡാഷ് ലെങ്ത് എടുത്തു, ആർ ഡാഷ് ക്യൂ ടു ഡാഷ് എന്ത് ചെയ്യും ഉണ്ട്, ഇതാണ് ആർ ഡാഷ് ക്യൂ ടു ഡാഷ് ലെങ്ത് എടുത്തു, നേരെ B1 ഡാഷിൻ്റെ അവിടേക്ക് ആർക്ക് വരച്ചു. ഓക്കെ, ബി കിട്ടിയ പോയിൻ്റാണ് ഫൈനൽ ഫ്രണ്ട്, ക്യൂവിൻ്റെ ഫൈനൽ ഫ്രണ്ട് ക്യൂ ഡാഷ്. ദെൻ സിമിലർലി ആർ Q1 ലെങ്ത് എടുത്ത് ആർക്ക് വരയ്ക്കുമ്പോഴാണ് ടോപ്പ് വ്യൂ കിട്ടുക. ആർ Q1 ലെങ്ത് എടുക്കുക, Q2ൻ്റെ ലോക്കസിലേക്ക് ആർക്ക് വരയ്ക്കുക. ആർ Q1 ലെങ്ത് എടുത്ത് Q2ൻ്റെ ലോക്കസ്, ഈ ഒരു പോയിന്റിലേക്ക് ആർക്ക് വരച്ചു. ഇതാണ് ക്യൂ, ഫൈനൽ ടോപ്പ് വ്യൂ ക്യൂ. ഓക്കെ, അപ്പോൾ ക്യൂ ഡാഷും കിട്ടി, ക്യൂ കിട്ടി. ഇനി ഈ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുക. ഓക്കെ, നമുക്ക് വേഗം ചെയ്ത് പോവാം. നേരത്തെ സെയിം സ്റ്റെപ്പാണ് ഇവിടെ ചെയ്യുന്നത്. P2 ഡാഷ് ആൻഡ് P1. ഇവിടെ ലോക്കസ് മാർക്ക് ചെയ്യാം. ഫ്രണ്ട് കിട്ടാൻ വേണ്ടി എടുക്കേണ്ടത് A ഡാഷ് B2 ഡാഷ്. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ആർ ഡാഷ് P2 ഡാഷ് ലെങ്ത് എടുക്കണം, P1 ഡാഷിലേക്ക് ലോക്കസ് മാർക്ക് ചെയ്യണം. P1 ഡാഷിലേക്ക് ആർക്ക് കട്ട് ചെയ്യണം. ഓക്കെ, ഈ പോയിൻ്റാണ് ഫൈനൽ ടോപ്പ് വ്യൂ ആയിട്ടുള്ള ഫ്രണ്ട് ആയിട്ടുള്ള P ഡാഷ്. ദെൻ ആർ P1 ലെങ്ത് എടുക്കുക, അത് നോക്കുക. B1 എന്ന് പറഞ്ഞ പോലെ തന്നെ ആർ P1 ലെങ്ത് എടുക്കുക, B2ൻ്റെ അവിടേക്ക്. ഓക്കെ, ആർ P1 ലെങ്ത് എടുത്തു, P2ൻ്റെ അവിടേക്ക് ലോക്കസ് മാർക്ക് ചെയ്തു. ആ ഒരു പോയിൻ്റാണ്, ആ കിട്ടുന്ന പോയിൻ്റാണ് ഫൈനൽ ടോപ്പ് വ്യൂ P. ഓക്കെ, ഫ്രണ്ട് വ്യൂസ് രണ്ടും ജോയിൻ ചെയ്യുക. ക്യൂ ഡാഷ് ഇവിടെ, P ഡാഷ് ഇവിടെ. ഓക്കെ, ഫ്രണ്ട് വ്യൂസ് ജോയിൻ ചെയ്തു. ഇതാണ് എൻ്റെ ഫ്രണ്ട് വ്യൂ. ദെൻ ടോപ്പ് വ്യൂ കിട്ടാൻ വേണ്ടി P ഇവിടെയാണ്, Q ഇവിടെയാണ്. ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യുക. ഇതാണ് അതിൻ്റെ ടോപ്പ് വ്യൂ. ഓക്കെ, ഈ ക്വസ്റ്റിൽ കുറച്ചധികം ലൈൻസ് ഉണ്ട്. അത് കുറേ ലൈൻസ് നമ്മൾ ഡാർക്കായിട്ട് വരച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ട ലെങ്ത് എന്ന് പറഞ്ഞാൽ PQൻ്റെ ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് ചോദിച്ചിട്ടുണ്ട്, P ഡാഷ് Q ഡാഷിൻ്റെ ലെങ്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, ബട്ട് സിമ്പിളാണ്. നമ്മൾ നേരത്തെ മിഡ് പോയിന്റ് ചെയ്ത അതേ സിസ്റ്റമാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഒരു സൈഡിൽ ലൈൻ റൊട്ടേഷൻ അപ്ലൈ ചെയ്യുക, പിന്നെ അടുത്ത സൈഡിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇപ്പം ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെയ്തേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാലും എങ്ങനെ സോൾവ് ചെയ്യണം എന്നറിഞ്ഞിരിക്കാൻ വേണ്ടി. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ വേറെ മെത്തേഡിന് സോൾവ് ചെയ്യാം. ഇത് ഒരു സൈഡിൽ മാത്രം ലൈൻ റൊട്ടേഷൻ ചെയ്തിട്ട് ഈ ലെങ്ത് മെഷർ ചെയ്ത് അതിൻ്റെ റേഷ്യോയിൽ എടുത്തൊക്കെ പോകാം. അതിലെളുപ്പം ഇതാണ്. ഓക്കെ, വേറെ മെത്തേഡ്സും കാണും. വേണമെങ്കിൽ പ്ലെയിൻ റൊട്ടേഷൻ വഴി ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, എന്തായാലും ക്വസ്റ്റ്യൻ വരാൻ സാധ്യത വളരെ കുറവാണ്. ഇത്രയും ഡേറ്റാസ് ഉണ്ട്. സെക്കൻഡ് ക്വാർട്ടറിൻ്റെ ഫോർത്ത് ക്വാർട്ടറിൻ്റെ ഒക്കെ പറയുന്നുണ്ട്. തീറ്റ ഫൈ ഒരുപാട് ഡേറ്റാസ് വന്നിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻ വരയ്ക്കാം. വേണമെങ്കിൽ നമുക്ക് ഫൈനലി വേണ്ട ലൈൻസ് എപ്പോഴും നോക്കുക. P Q എന്നുള്ള ലൈനും P ഡാഷ് Q ഡാഷ് എന്നുള്ള ലൈനും, ഈ രണ്ട് ലൈൻ്റെ ലെങ്താണ് നമുക്ക് മെഷർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ആ രണ്ട് ലൈൻ്റെ ലെങ്ത് മെഷർ ചെയ്ത് ആൻസർ എഴുതുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു മെസ്സേജ് ഇട്ടേക്കുക. 2-3 വട്ടം കണ്ടു നോക്കുക ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം നോർമലി നമ്മൾ ചെയ്യാത്ത രീതിയിലാണ് ചെയ്യുന്നത്. ലൈൻ റൊട്ടേഷൻ തന്നെ, ഈ ഫിഗറും തന്നെ ബേസ്, ഈ സെയിം ബേസിലാണ് ഈ ഫിഗർ മൊത്തം ക്വസ്റ്റ്യൻ മൊത്തം സോൾവ് ചെയ്യുന്നത്. ബട്ട് മേ ബി ഡൗട്ട് ഉണ്ടാവാം. ഓക്കെ, 2-3 വട്ടം കണ്ടു നോക്കുക. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. വീണ്ടും വീണ്ടും പറഞ്ഞ് ഇത് നോക്കി സമയം കളയരുത്. ജസ്റ്റ് നമുക്കിങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ട്രേസസ് ഗിവൺ ആയിട്ടുള്ളൊരു 1-2 പ്രോബ്ലംസ് കൂടെ ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് അവസാനിപ്പിക്കാം. സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോകാം. താങ്ക് യു.